അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂസാ നബിയിൽ വിശ്വസിച്ചത് അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്നുള്ള ഏതാനും യുവാക്കൾ മാത്രമായിരുന്നു എന്നും ആ ജനതയിൽപ്പെട്ട ബാക്കിയുള്ളവരൊന്നും വിശ്വസിക്കാതിരുന്നത് ഫിർഔനെ ഭയന്നുകൊണ്ടും അതുപോലെ തന്നെ തങ്ങളുടെ തന്നെ സമുദായത്തിൽപ്പെട്ട ഫിർഔനെ ഭയക്കുന്നവരായ പ്രമാണിമാരെയും അതുപോലെ നേതാക്കളെയും ഒക്കെ ഭയന്നുകൊണ്ടുമായിരുന്നു എന്നാണ് ഇന്ന് പഠിക്കുന്ന 83-ാമത്തെ ആയത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് ഭീഷണികൾ നിലനിൽക്കുന്ന പ്രതിസന്ധി കാലത്ത് ആത്മാർത്ഥതയുള്ള കുറച്ചു പേർ മാത്രമേ സത്യപ്രസ്ഥാനങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അതും ഫാസിസത്തെ ഭയക്കാത്ത സത്യത്തോട് പ്രതിബദ്ധതയുള്ള യുവാക്കളായിരിക്കും അക്കൂട്ടർ എന്ന കാര്യമാണ് ഇവിടെ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. കൊടും കുറ്റകൃത്യങ്ങളും അരാജകത്വവും കൊടികുത്തിവാണിരുന്ന മക്കയിലെ സാമൂഹിക അന്തരീക്ഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രസ്ഥാനവുമായി വരുന്നത്. ആ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരിൽ പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിലും നബി പറയുന്നത് സത്യമാണെന്ന് അംഗീകരിച്ച് വിശ്വസിക്കാൻ തയ്യാറായത് ആ സമൂഹത്തിലെ കുറച്ച് യുവാക്കൾ മാത്രമായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരിൽ 99% നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായം കുറഞ്ഞവരും യുവാക്കളുമായിരുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും ആശ്വാസമായി കൊണ്ടും മക്ക മുശ്രിക്കുകൾക്ക് പാഠമായി കൊണ്ടും മൂസാ നബിയുടെ ചരിത്രത്തിൽ നിന്നുള്ള ഈ ഭാഗം പരാമർശിക്കുന്നത്. മക്ക മുശ്രിക്കുകൾക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലടക്കം ഫാസിസ്റ്റ് സംവിധാനത്തെ പേടിച്ചുകൊണ്ട് സത്യമാർഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കും എല്ലാ കാലത്തും അത്തരം നിലപാട് സ്വീകരിക്കുന്നവർക്കും ഇതിൽ പാഠമുണ്ട്. ഫമാ ആമന ലിമൂസാ ഇല്ലാ ദുർരിയ്യത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അൻ യഫ്തിനഹും വഇന്ന ഫിർഔന ലആലിൻ ഫിൽ അർളി വഇന്നഹു ലമിനൽ മുസ്രിഫീൻ. ഫമാ ആമന ലിമൂസ, മൂസയിൽ വിശ്വസിച്ചില്ല, ഇല്ലാ ദുർരിയ്യത്തും മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്നുള്ള ഏതാനും യുവാക്കളല്ലാതെ. ആമന എന്ന പദം അതിൻ്റെ ഭാഷാപരമായ ഘടന പരിശോധിക്കുമ്പോൾ സത്യത്തെ അംഗീകരിക്കുക എന്ന വിശാലമായ അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത്. അമാനത്ത്, വിശ്വസ്തമായത്, സത്യസന്ധമായത് എന്ന പദത്തിൽ നിന്നാണ് ആമന എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ആമന എന്ന പദത്തിന് സത്യമായി വിശ്വസിച്ചു, സത്യമായി അംഗീകരിച്ചു എന്ന അർത്ഥം പറയുന്നത്. മൂസാ നബി കൊണ്ടുവന്നത് സത്യമാണെന്ന് വിശ്വസിച്ചവർ അദ്ദേഹത്തിന്റെ ജനതയിലെ ഏതാനും യുവാക്കൾ മാത്രമായിരുന്നു. ദുർരിയ്യത്ത് എന്ന പദത്തെയാണ് യുവാക്കൾ എന്ന് പറഞ്ഞത്. ഈ പദത്തിന്റെ വാക്കർത്ഥം മക്കൾ, സന്താനങ്ങൾ എന്നൊക്കെയാണ്. എന്നാൽ യുവാക്കളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മുഫസ്സിറുകളൊക്കെയും വിശദീകരിക്കുന്നുണ്ട്. മിൻ ഖൗമിഹി എന്നത് അദ്ദേഹത്തിന്റെ ജനത, ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അതല്ല, കിബിത്തികളും ബനൂ ഇസ്രായേലികളും ഒക്കെ ഉൾക്കൊള്ളുന്ന മൂസാ നബിയുടെ പ്രബോധിത സമൂഹമൊക്കെ ഇതിൽപ്പെടും എന്ന ചില അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ഒന്നാമത് പറഞ്ഞ അഭിപ്രായമാണ് പ്രബലമായിട്ടുള്ളത്. അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം, ഫിർഔനെയും അവരുടെ തന്നെ നേതാക്കളെയും പേടിച്ചുകൊണ്ട്. അവരുടെ തന്നെ നേതാക്കൾ എന്ന് പറയുന്നത് മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട അവരുടെ തന്നെ നേതാക്കളെയും അതുപോലെ ഫിർഔനെയും ഭയന്നുകൊണ്ട്. അൻ യഫ്തിനഹും, അവൻ അവരെ പീഡിപ്പിക്കുമെന്ന കാര്യത്തിൽ ഫിർഔൻ അവരെ മർദ്ദിക്കുമെന്ന് പേടിച്ചുകൊണ്ട് എന്നർത്ഥം. എന്തുകൊണ്ടാണ് ആ ജനതയിൽപ്പെട്ട ഏതാനും യുവാക്കളല്ലാത്തവർ മൂസാ നബി കൊണ്ടുവന്നത് സത്യമാണെന്നറിഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്നത് എന്നതിന് കാരണമാണ് ഇവിടെ പറയുന്നത്. അലാ ഖൗഫിൻ, ഭയന്നുകൊണ്ടായിരുന്നു. മിൻ ഫിർഔന, ഫിർഔനെ വമലഇഹിം, അവരുടെ തന്നെ പ്രമാണിമാരെയും. ഫിർഔന് പുറമെ ബനൂ ഇസ്രായേലിൽ തന്നെ പെട്ട നേതാക്കളെയും ഈ ജനതയിൽപ്പെട്ട സത്യവിശ്വാസം സ്വീകരിക്കാത്തവർ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ നേതാക്കൾ ഫിർഔന് പേടിക്കുന്നവരായിരുന്നു. അൻ യഫ്തിനഹും, ഫിർഔൻ അവരെ മർദ്ദിക്കുമെന്ന് എന്ന് പറഞ്ഞാല് ഫിർഔൻ ഈ യുവാക്കളല്ലാത്ത, വിശ്വസിക്കാൻ താല്പര്യമുണ്ടെങ്കിലും വിശ്വസിക്കാതെ മാറി നിൽക്കുന്ന ആളുകളെ പീഡിപ്പിക്കുമെന്ന് ഭയന്നുകൊണ്ടും എന്നാണ് പറയുന്നത്. ഫിർഔനെ മാത്രമല്ല അവർ ഭയന്നത്, ഫിർഔനെ ഭയക്കുന്ന തങ്ങളുടെ തന്നെ സമുദായ നേതാക്കളെയും അവർ ഭയപ്പെട്ടു. ഫിർഔന്റെ ഫാസിസത്തോട് നമ്മൾ നേരിടാൻ നിൽക്കണ്ട,
നമ്മൾ ന്യൂനപക്ഷമാണ്, ഫിർഔന്റെ മേധാവിത്വം അംഗീകരിച്ച് നിലനിൽക്കലാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് നല്ലത് എന്നായിരുന്നു ഈ സമുദായ നേതാക്കളുടെയും പ്രമാണിമാരുടെയും നിലപാട്. അതുകൊണ്ട് മൂസാ നബി കൊണ്ടുവന്ന സത്യത്തെ അംഗീകരിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ഫിർഔന്റെ കൂടെ കൂടുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് മൂസാ നബിയിൽ വിശ്വസിച്ചാൽ തങ്ങളെയും തീവ്രവാദ ചാപ്പ കുത്തി ഒറ്റപ്പെടുത്തി മർദ്ദിക്കുമെന്ന് ഭയന്ന് യുവാക്കളല്ലാത്ത നല്ലൊരു വിഭാഗം മൂസാ നബിയുടെ ജനതയിൽപ്പെട്ടവർ വിശ്വാസികളാവാതിരുന്നത്. ഈ വാചകത്തിൻ്റെ ഘടന മനസ്സിലാവുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളതും നാം ജീവിക്കുന്ന സാഹചര്യത്തിലുള്ളതുമായ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശദീകരണം ഇതിന് ആവശ്യമുണ്ട്. പക്ഷേ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് മതിയാക്കുകയാണ്. വ ഇന്ന ഫിർഔന ആലിം ഫിൽ അർളി, തീർച്ചയായും ഫിർഔൻ ഭൂമിയിൽ ഏറെ ഉയർന്നു നിൽക്കുന്നവൻ തന്നെയായിരുന്നു. ആ നാട്ടിൽ മഹാഗർവിഷ്ഠനും സ്വേച്ഛാധിപതിയുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഭൂമിയിൽ പൊങ്ങി നിൽക്കുന്നവൻ എന്ന് പറഞ്ഞത്. വ ഇന്നഹു ലമിനൽ മുസ്രിഫീൻ, തീർച്ചയായും അവൻ പരിധി ലംഘിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. ഫിർഔൻ മഹാധികാരിയും അക്രമിയും അഹങ്കാരിയുമായ ഭരണാധികാരിയായിരുന്നത് കൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും മൂസാ നബിയിൽ വിശ്വസിക്കാൻ ഭയപ്പെട്ടത്. അവരുടെ ആ ഭയം അസ്ഥാനത്തായിരുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെ മാത്രം ഭയക്കുന്നവരായി നിലകൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മൂസാ നബി തൻ്റെ ജനതയെ ഉത്ബോധിപ്പിക്കുന്നതാണ് അടുത്ത ചെറിയ ആയത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.